പ്രിയ സുഹൃത്തുക്കളെ, അടുത്തതായി ഡൻകാർവൻ ബോയ്സ് അവതരിപ്പിക്കുന്ന അതിമനോഹരമായ ഒരു സ്കിറ്റാണ് നടക്കുവാൻ പോകുന്നത്. ഈ സ്കിറ്റിനെ കുറിച്ച് പറഞ്ഞാൽ, നമ്മുടെ സ്കിറ്റിന്റെ പേര് തന്നെ സിറ്റുവേഷൻസ് ഇൻ മോഡേൺ ലൈഫ് എന്നാണ്. അതായത് നമ്മുടെ എല്ലാവരുടെയും കാഴ്ചപ്പാടുകൾ, നമ്മുടെ പുതിയ തലമുറയുടെയൊക്കെ കാഴ്ചപ്പാടുകൾ എങ്ങനെയാണെന്ന് ചിത്രീകരിക്കുകയാണ് ഈ സ്കിറ്റിലൂടെ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ സ്കിറ്റിലെ കഥാപാത്രങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ എന്താണ് തോന്നുന്നതെന്ന് നിങ്ങൾ കുറിച്ച് വെക്കുക. അത് സ്കിറ്റിന് ശേഷം നിങ്ങൾ ഞങ്ങളുമായി പങ്കുവെക്കുകയാണെങ്കിൽ അത് വളരെ നല്ലതായിരിക്കും. അപ്പോൾ ഈ സ്കിറ്റിലേക്ക് ഞാൻ ആദ്യമായിട്ട് നമ്മുടെ ജോസി ഏട്ടനെ സ്വാഗതം ചെയ്യുകയാണ്. ജോസി ഏട്ടനുണ്ട് ഈ സ്കിറ്റിൽ. ഒരു വലിയ ടിപ്പർ ലോറി ഓടിക്കുന്ന ഒരു രാജു ചേട്ടനുണ്ട്. അപ്പോൾ നിങ്ങൾ കാണുക, ആസ്വദിക്കുക. ഈശ്വര, ഇതാരാണ്ട് ഇവിടെ കിടപ്പുണ്ടല്ലോ. ആരാ ഇത്? കൊള്ളാം, 2 ഫോട്ടോ എടുത്തേക്കാം, നാളത്തെ ഫേസ്ബുക്കിൽ ഇടാലോ. ഈ പോസ് കൊള്ളാലോ. ഓ, ബ്ലഡൊക്കെ ഒരുപാട് വരുന്നുണ്ട് കേട്ടോ. പാവ മനുഷ്യൻ ഫേസ്ബുക്കിലേക്കുള്ള ഫോട്ടോ ആയി. ഏതായാലും കൊള്ളാം. ആരാ കിടക്കണത്? ഒരു കോളത്തെ ലക്ഷണം ഉണ്ടല്ലോ. ആരാ എന്തോ ബോധം കെട്ട് കിടക്കുവാന്ന് തോന്നുന്നു. എന്റെ പൊന്നെ, ഈ പാൻസിന്റെ പോക്കറ്റിലൊരു പേഴ്സോ? കാശെല്ലാം ഉണ്ടോ? എന്തായാലും അടിച്ചു നോക്കാം. ഇനിയല്ലോ ഉണ്ടോ അവന്റെ കയ്യില്? വാച്ചുണ്ടോ നോക്കിക്കേ. അയ്യോ, കിട്ടിപ്പോയി. പോയേക്കാം. ഈശ്വര, അതാരാ കിടക്കുന്നത്? അയ്യോ, എന്താ പറ്റിയത്? എഴുന്നേക്ക്. നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോവാം. വാ, പോയേക്കാം. അങ്ങനെ ജോസി ഏട്ടനെ കൊണ്ട് ആ നല്ലവനായ മനുഷ്യൻ ഹോസ്പിറ്റലിലേക്ക് പോയിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ ഈ സ്കിറ്റ് ഇവിടെ ഒരു മെസ്സേജോടെ അവസാനിക്കുകയാണ്. അപ്പൊ നിങ്ങൾ നിങ്ങൾക്ക് പലതരത്തിലുള്ള മെസ്സേജുകൾ ഞങ്ങളുമായി പങ്കുവെക്കാൻ സാധിക്കും. അതുകൊണ്ട് എന്താണ് ഇതിന്റെ മെസ്സേജ് എന്ന് ഓരോരുത്തർക്കും തോന്നുന്ന മെസ്സേജ്, പല മീനിങ്ങിലുള്ള മെസ്സേജ് ഞങ്ങളുമായി പങ്കുവെക്കുകയാണെങ്കിൽ അത് നല്ലതായിരിക്കും. ദയവായി ആരെങ്കിലുമൊക്കെ കടന്നു വരിക. ജീന തന്നെ ആദ്യം ഒന്ന് കടന്നു വന്ന് എങ്കിലും ഒരു കാര്യം ചെയ്യാം. അപ്പൂസേ, ഇപ്പൊ ഇവിടെ കണ്ട് സ്കിറ്റ് കണ്ടല്ലോ, മോനെ ഇഷ്ടപ്പെട്ടോ? ഓക്കെ, അപ്പൊ ഈ സ്കിറ്റിൽ എന്താ മോനെ അതിന്റെ ഒരു മീനിങ്? എന്താ പറഞ്ഞത്? മോനെ വന്നടാ. മോൻ സ്കിറ്റ് കണ്ടോ? എന്തായാലും മനസ്സിലായോ? സ്കിറ്റ് കണ്ടിട്ട് ഒന്നും മനസ്സിലായില്ല. അവസാനം ഒരാള് ഹെൽപ്പ് ചെയ്യുന്നത് കണ്ടോ? അത് നമ്മൾ ബൈബിളിൽ ഒരു കഥയുണ്ട്. ആ കഥയില് എന്താ കഥ? നല്ല സമരിയാക്കാരന്റെ കഥ. വഴിയിൽ വീണ് കിടക്കുന്നയാളെ സഹായിക്കുന്ന ഒരു സമരിയാക്കാരന്റെ കഥ അറിയാം. അപ്പൊ ആ സമരിയാക്കാരന്റെ കഥ പോലെ തന്നെ ഒരു സ്കിറ്റാണ് നമ്മളിവിടെ കണ്ടത്.
അതായത് ഒരാൾ ഒരു അപകടത്തിൽപ്പെട്ട് കിടക്കുകയാണ്, സിറ്റുവേഷൻ ഇൻ ഡേഞ്ചർ. അപ്പോൾ അവർ പെട്ടെന്ന് രണ്ട് മൂന്ന് പേരൊക്കെ വന്നു, പക്ഷെ അവരൊന്നും അയാളെ ഹെൽപ്പ് ചെയ്തില്ല. അവസാനം ഒരു നല്ല ഒരു പേഴ്സൺ വന്നിട്ട് അവരെ ഹെൽപ്പ് ചെയ്ത് കൂട്ടിക്കൊണ്ടുപോയി. ഓക്കെ, അപ്പോൾ എന്താ ഈ കഥയുടെ മെസ്സേജ്? ഹെൽപ്പിംഗ് ടു എവ്രി വൺ. ഓക്കെ, എന്ത് സിറ്റുവേഷനിലാണ് നമ്മൾ കഴിവതും മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യണം. ഓക്കെ, അപ്പൊ ക്രിസ്മസിന്റെ ഒരു മെസ്സേജ് കൂടിയല്ലേ അത്? ക്രിസ്മസിന് ഉണ്ണീശോ ഉണ്ടായത് എന്തിനാ? നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ. നമ്മളെ എങ്ങനെ ഹെൽപ്പ് ചെയ്തത്? നമ്മുടെയൊക്കെ സിൻസ് ഡിസ്ട്രോയ് ചെയ്ത് കളയാനായിട്ടാണ് ഉണ്ണീശോ ഉണ്ടായത് അല്ലേ? ഓക്കെ, അപ്പോൾ എല്ലാവരും ആസ്വദിച്ചു എന്ന് കരുതുന്നു. നന്ദി, നമസ്കാരം.